ഞാൻ എന്തിനാ ഈ കിടന്ന് ഓടുന്നതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ലാണ്ടിരിക്കാം, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് അത്ര ശരിയല്ല. എനിക്ക് ഈ സെയിം കളറിലൊരു ഫ്രോക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് ചെറുതായി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് പിന്നെ മരിയമോൾക്ക് കൊടുത്തിട്ട് അവൾക്കത് കറക്റ്റാണെന്ന് കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അത് കഴിഞ്ഞ് ഈ കളറിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു കോഡ് സെറ്റാണ് ഇത്. 400 രൂപയ്ക്ക് അകത്തെങ്ങാണ്ട് ഇതിന് വില ഞാൻ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത് റൈറ്റ് സൈഡ് അപ്പർ കോർണറിൽ കൊടുത്തേക്കാം. അവിടെ കണ്ടില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബോട്ടം ഷോപ്പിംഗ് ബാഗ് സൈനിലുണ്ടാവും. പക്ഷേ യൂട്യൂബിൽ മാത്രമേ ലിങ്ക് ഉണ്ടാവത്തുള്ളൂ. ബൈ ദ വേ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ട്. അത് ഓടനാവട്ടത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. സ്കൂളിൽ പോയിട്ട് സ്കൂൾ ബസ്സിലാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ ട്രീ ഡെക്കറേഷന്റെ വീഡിയോയിലില്ലേ, ഞാൻ പറഞ്ഞിരുന്നു അലനും കുട്ടികളും ഒക്കെ ഉറങ്ങാൻ പോയിട്ടാണ് ഞാൻ ട്രീ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു കമന്റ്, പിന്നെ ആരാണാവോ ഈ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്ന പോലത്തെ ഒരു സ്മൈലി. വീടും പൂട്ടി ഞാനും ഇറങ്ങി എന്ന് പറഞ്ഞൊരു വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്, അപ്പൊ പ്രേതമാണോ പുറകുന്ന വീഡിയോ എടുക്കുന്നതെന്ന്. ചേച്ചി എങ്ങനെയാ വീഡിയോ എടുക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതും വേണ്ട എങ്ങനെയാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെയുള്ള ക്വസ്റ്റിന് ഞാൻ വളരെ മാന്യമായിട്ടാണ് ഉത്തരം പറയുന്നത്. ട്രൈപോഡ് സ്റ്റാൻഡ് 2 എന്റെ അടുത്തുണ്ട്, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതെന്നൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള കൊനിഷ്ഠ ക്വസ്റ്റ്യൻസിന് എനിക്ക് ഇങ്ങനെയല്ലേ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റൊരു സങ്കടം എന്തെന്ന് വെച്ചാൽ, എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറയുന്നത്, എടാ നെഗറ്റീവ് പറയുന്നവർ ഇഗ്നോർ ചെയ്യുക, അതിനെക്കുറിച്ച് പറയാൻ പോകണ്ട, അതിനെക്കുറിച്ച് വീഡിയോയിൽ പറയാണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്ന് നിന്ന് ഡെയിലി നിങ്ങളടുത്ത് നിങ്ങൾ ചെയ്തത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്ത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ട് നിൽക്കും. ഒരാളെ ചുമ്മാതെ അങ്ങനെ കുറ്റം പറയുന്നത് കേട്ടാൽ ഞാൻ തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകും, നീ എന്തിനാ ഈ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, രണ്ടങ്ങ് തിരിച്ച് പറയാമെന്ന്. പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗാന്ധി ഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ട്രെയിനിങ് തുടങ്ങാൻ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഇവരെല്ലാവരെയും കൂട്ടി അടുത്തുള്ള ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചു. ഞങ്ങളോട് ടൈം 9 മണിയെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 7:45 ആയപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. 10 മണിയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ക്ലാസ് വാസ് ബൈ മിസ്റ്റർ സുരേഷ് രാമനാട്ടുകര. ന്യൂ ജനറേഷൻ കുട്ടികളെ എങ്ങനെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കിട്ടി ചായയും പഴംപൊരിയും. ഉച്ചയ്ക്ക് ലഞ്ചും ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോറ്, മീൻകറി, അവിയൽ, തോരനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 തവണ ഞാൻ ഓടിയത് ക്യാമറ സ്റ്റാൻഡ് എടുക്കാനാണ്. വണ്ടി ഇത്തിരി മുമ്പോട്ട് നിർത്തിയാൽ ഞാൻ വീണ്ടും ഓടി കയറണം. ഞാനിപ്പോൾ പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. പ്രിയങ്ക ചോപ്ര പറയുന്ന പോലെ, കർമ്മ വിൽ നോട്ട് ഡു എവറിത്തിങ് ഫോർ യു ബേബി. ചില സമയത്ത് ചില ആൾക്കാർക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെ കൊടുക്കണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.